ഏപ്രിൽ മാസം 9-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സൗത്ത് ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ജില്ലയിൽ പൊതുവെ സംസ്ഥാന സർക്കാരിനെതിരെയും ശ്രീമാൻ പിണറായി വിജയനെതിരെയും ഒരു വലിയ ജനവികാരം ഉണർന്നു വന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇടുക്കി ജില്ലയിൽ നിലനിന്നിരുന്ന നിരവധിയായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കാണാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പട്ടയ സംബന്ധമായ വിഷയങ്ങൾ, ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച ഒരു ചരിത്രം, അതുകൂടാതെ ഈ ജില്ലയിലെ ആരോഗ്യ മേഖലയോട് കാണിച്ച കടുത്ത വഞ്ചനാപരമായ നിലപാട്, അതുപോലെ CHR മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടുക്കിയിലെ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെയും ശ്രീമാൻ പിണറായി വിജയനെയും വെറുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ നിരവധിയായിട്ടുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ച് കബളിപ്പിക്കുന്ന ഒരു സ്ഥിരം പല്ലവി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. 18,000 കോടിയുടെ ഇടുക്കിയുടെ സമഗ്ര വികസനം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന പാക്കേജുകൾ എല്ലാം വെറും പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൂടാതെ ജില്ലയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ജില്ല വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു പോകുന്ന സാഹചര്യം അതിന് തടയിടാനായിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, ലോകത്ത് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിൽ ആ സുഗന്ധവ്യഞ്ജനങ്ങളെ ഒന്നും വാല്യൂ ആഡർ പ്രൊഡക്ട്സ് അല്ല മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ ജനങ്ങളെ ഇവിടുന്ന് ഈ നാട് വിട്ടു പോകുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു പരിപാടിക്കും പദ്ധതിക്കും രൂപം കൊടുക്കാനായിട്ട് നാളിതുവരെയായിട്ട് സംസ്ഥാന സർക്കാരിന് ഇവിടെ മാറി ഭരിച്ച് ഇടതിനും സാധിച്ചിട്ടില്ല, അത് വലതിനും സാധിച്ചിട്ടില്ല. അപ്പം ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് നാം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനവികാരം കൃത്യമായിട്ട് വോട്ടാക്കി മാറ്റാൻ സാധിച്ചത് UDF-നാണ്. അത് UDF-ൻ്റെ ഈ നാടിനോട് ചെയ്ത പ്രത്യേകിച്ച് ഗുണം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് UDF-നാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ UDF-ന് അനുകൂലമായി വലിയൊരു തരംഗമുണ്ടായിട്ട് കൂടി ആ തരംഗത്തിനിടയിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നില മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും BJP-യെയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ജനങ്ങൾ ഹൃദയത്തോട് അടുപ്പിക്കുന്നു, ഹൃദയത്തോട് ചേർക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ കേരളത്തിൽ BJP-യുടെ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആണയിട്ട് പ്രസംഗിച്ച് നടന്ന LDF-നും UDF-നും 3 നിയോജകമണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വിജയം കൊയ്തപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഇടുക്കി ജില്ലയിലെയും കേരളത്തിലെയും മുഴുവൻ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഹൃദയത്തിൽ വലിയ മോട്ടിവേഷനായി, വലിയ പ്രതീക്ഷയായി അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന നാളുകൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയുമാണ്. ഇടുക്കി ജില്ലയിൽ ഈ കേരളത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിജയം അത് ഒരു പ്രചോദനമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള BJP-യുടെ പ്രവർത്തനങ്ങൾക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. ഈ ഇലക്ഷൻ സിനാരിയോയിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാർക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ സമ്മതിദായകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.